ജോസഫ്, വലിയ തെറ്റുകാരിയാണോ സഭയ്ക്ക് മുന്നിൽ സിസ്റ്റർ ലൂസി? ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റ് 130 വർഷമായി പാരമ്പര്യമുള്ള ഒരു കോൺവെന്റാണ്. അൽഫോൻസാമയും അല്ലെങ്കിൽ റാണിമരി അടക്കമുള്ള നിരവധി പുണ്യവതികളുണ്ടായിട്ടുള്ള ഒരു കോൺവെന്റാണ്. 10,000-കണക്കിന് സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുകയും അതിനകത്തൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കോൺഗ്രിഗേഷൻ. ഏതാണ്ട് 24 പ്രോവിൻസുകളും ഒക്കെയുള്ള മതത്തിനായിട്ടുള്ളൊരു വലിയ പ്രോവിൻസ്. അവിടുത്തെ ഒരു സിസ്റ്റർ മാത്രമാണ് സിസ്റ്റർ ലൂസി എന്ന് പറയുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുര നമുക്കറിയാം, ഭാരതത്തിനടുത്ത് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഒരു കന്യാസ്ത്രീയുടെ പിന്നെ 3 വ്രതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നുള്ളതാണ്. ഇവയിൽ അനുസരണവും പ്രധാനപ്പെട്ടതും വ്രതമായിട്ടുള്ളതാണ്. മേലധികാരികളെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമമായ കാര്യം. നിത്യവ്രതം എടുക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സിസ്റ്റർക്ക് പോകാം. അതിനുശേഷവും തൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി ഈ പറയുന്ന മഠത്തിലെ പ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കന്യാസ്ത്രീ എന്ന നിലയ്ക്കുള്ള തൻ്റെ പ്രവർത്തനത്തിന് എതിര് നിൽക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ സഭ വിട്ടു പോകുന്നതിനോ ഈ കന്യാസ്ത്രീ എന്നുള്ള അത് വിട്ടുപോകുന്നതിനോ ആരും എതിർക്കാറില്ല. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റും എനിക്ക് തോന്നുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ്. തീർച്ചയായും ആ കോൺഗ്രിഗേഷൻ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിച്ചേ പറ്റുള്ളൂ. ഭാരതത്തിലെ ഒരു പൗരൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്നതുപോലെ തന്നെയാണ് ഒരു കോൺഗ്രിഗേഷനകത്ത് നമ്മൾ അംഗമായിരിക്കുമ്പോൾ ആ കോൺഗ്രിഗേഷനെതിരായി പ്രവർത്തിക്കുക എന്നുള്ള പറയുന്നത്. എന്തൊരു അച്ചടക്കമുള്ള സംവിധാനമാണ് അഡ്വക്കേറ്റ് പി ജോസഫ്. ഈ അച്ചടക്കവും സംവിധാനങ്ങളും കന്യാസ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? ഈ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കും ഫാദർ റോബിനൊന്നും ഈ നിയമങ്ങൾ ബാധകമല്ല എന്നാണോ? അവരാരും ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീകളല്ലോ. കന്യാസ്ത്രീകൾക്ക് അവരുടെ ഭരണഘടനാ പ്രകാരമുള്ള നിയമം, മറ്റേ വൈദികരെ സംബന്ധിച്ച് അവരുടെ നിയമം. വൈദികരെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? വൈദികരെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? ബ്രഹ്മചര്യം എന്നുള്ളത് അനുസരിക്കേണ്ടതല്ല, തോന്നുമ്പോൾ അത് മാറ്റാം. അങ്ങനെ നിയമം ലംഘിച്ചാലും സഭയിൽ ഉന്നതരായി തുടരാം. വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. ബെൻസ് കാറിൽ വന്നിറങ്ങാം. കേസിനിടയ്ക്കും ബെൻസ് കാറിൽ വന്നിറങ്ങാം. കന്യാസ്ത്രീക്ക് ഒരു ഓൾട്ടോ കാർ വാങ്ങാൻ പാടില്ല. സഭയിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിത്തരുന്ന വില കുറഞ്ഞ ചെരുപ്പുകൾ മാത്രം ഉപയോഗിക്കാം. ചെരുപ്പിന്റെ കാര്യത്തിൽ വരെയുണ്ട് ആ നിയമം. കന്യാസ്ത്രീകൾക്ക് മറ്റൊരു നിയമം, പുരോഹിതർക്ക് മറ്റൊരു നിയമം. ഈ സഭാ നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റം വരുത്താറുണ്ട്. എങ്ങനെ മാറ്റം വരുത്തും? പുരോഹിതരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് മാറ്റും. അപ്പോഴും കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? ഇത് പറച്ചിൽ കേട്ടാൽ തോന്നും ആരാണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നിയമങ്ങൾ മാറ്റുവാണെന്ന്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷന്റെ നിയമങ്ങൾ മാറ്റുന്നത് ആ കന്യാസ്ത്രീകളും അവരുടെ കൗൺസിലും കൂടിയാണ്. അതിന് അല്ലാതെ വേറെ പുറത്തുനിന്നൊരു വ്യക്തികളോ പുറത്തുനിന്ന് സഭ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ആരെങ്കിലും കടന്നു എന്ന് പുരോഗതി എന്ന് നിങ്ങൾ ഇന്നണക്ക് ചെയ്യാന്നുള്ള രീതിയിലല്ല അവിടെ മാറ്റുന്നത്. ആ കോൺവെന്റിലെ അവരുടെ കൗൺസിലേഴ്സും അവരുടെ കൗൺസിലും കൂടിയാണ് എന്തൊക്കെ നിയമങ്ങൾ അവർക്ക് ആവശ്യമുണ്ടെന്ന് തീരുമാനിച്ച് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, സിസ്റ്റർ ലൂസി കളപ്പുര 2017 തൊട്ട് തനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റ പൈസ പോലും ഈ കോൺഗ്രിഗേഷൻ കൊടുക്കുന്നില്ല. ചിന്തിക്കണം. ഈ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് എങ്ങനെയാണ് പൈസ വന്നത്? തനിക്ക് ലഭിക്കേണ്ട മഠത്തിന് കൊടുക്കേണ്ട, ഇല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ട ശമ്പളം മുഴുവൻ തന്റെ സ്വകാര്യ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ആ പൈസ എടുത്ത് കാർ വാങ്ങുന്നു. ആ പൈസ അവർക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത്? അഡ്വക്കേറ്റ് പി ജോസഫ്, അവർക്ക് എങ്ങനെയാണ് പണം ലഭിക്കുന്നത്? അവർ അധ്യാപികയാണ്, അവർക്ക് ശമ്പളമുണ്ട്. ആ ശമ്പളം പൂർണ്ണമായും സഭയ്ക്ക് കൊടുക്കണം. അതാണ് നിയമം, അതാണ് ചട്ടം, അല്ലേ? തീർച്ചയായും അതെ. അവരുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് പോലും അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവരുടേതായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ സഭയ്ക്ക് നൽകണം. അല്ല, അത് ഒരു കാര്യം ചിന്തിക്കണം.
എല്ലാവരും അവിടെ ടീച്ചർമാരാകുന്നില്ല. വിവിധ രീതിയിലുള്ള ചിലർക്ക് മറ്റു ജോലി കൊടുക്കുന്നു. കോൺഗ്രിഗേഷൻ തീരുമാനിക്കുന്നു ആരൊക്കെ പഠിക്കാൻ പോകണം, പഠിക്കാൻ ആരൊക്കെ ടീച്ചർമാരാകണം. മറ്റേയാളോട് പറയുന്നു നിങ്ങൾ നേഴ്സുമാരാകൂ, വേറെയോട് പറയുന്നു നിങ്ങൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കൂ, മറ്റേയാളോട് പറയുന്നു നിങ്ങൾ അഗതികളെ നോക്കൂ. ഓരോരുത്തർക്കും അവിടെ വീതം വെച്ച് ജോലികൾ നൽകുന്നു. എല്ലാവർക്കും കിട്ടുന്ന ശമ്പളം അവർ ഒന്നായി ഉപയോഗിക്കുന്നു. പൊതുകാര്യത്തിന് വേണ്ടി എന്താവശ്യമുണ്ടെങ്കിലും അവരുടെ കൗൺസിൽ കൂടി ഓരോരുത്തർക്കും ആവശ്യമുള്ള നൽകുന്നു. അവിടെയൊന്നും അവിടെ വിവേചനമില്ല. ആ കാണുന്ന പൊതു സംവിധാനത്തോട് യോജിച്ചു നിൽക്കാൻ പറ്റാതെ തൻ്റെ സ്വന്തം ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് പുറത്തു ചാടി സ്വതന്ത്രമായ ജീവിതം നയിക്കുകയും ജോസഫ് സ്വതന്ത്രമായി നടക്കുന്നു, വേണമെങ്കിൽ പുറത്തു പോകാമെന്ന് നിങ്ങൾ ഈ ആവർത്തിച്ചു പറയുന്നു. ഇവിടെ വലിയ തെറ്റുകാരായവരെ സഭയിൽ പിടിച്ചു നിർത്തുകയാണ്. അവർ തെറ്റ് ചെയ്തെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണ്. അവർക്ക് വേണ്ടി ഇത്രയും ഘോരമായി നിങ്ങൾ വാദിക്കുന്നു. കന്യാസ്ത്രീ ഒരു വാഹനം ഓടിച്ചാൽ, ലൈസൻസ് എടുത്താൽ, പുസ്തകം എഴുതിയാൽ വലിയ തെറ്റ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം, പുറത്തെ ലോകം സ്വതന്ത്രമാണ്, അങ്ങോട്ടേക്ക് പോയിക്കോളൂ, ഇതാണ് നിങ്ങൾ പറയുന്നത്. ഇത് ഈ സമൂഹം, ഇവിടുത്തെ ജനം ഒക്കെ കാണുന്നുണ്ട്. സഭയുടെ അടച്ചിടപ്പെട്ട വാതിലുകൾ മാത്രമല്ല, പുറത്തേക്ക് ചില വാതിലുകൾ കൂടി തുറന്നിട്ടുണ്ട്. ഇവിടെ ലോകം മുഴുവൻ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സഭയിലെ കന്യാസ്ത്രീകളോട് ചെയ്യുന്നത് എന്തെന്ന്? നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള സഭയിലെ കന്യാസ്ത്രീയോട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഈ എത്രയോ ആയിരക്കണക്കിന് കന്യാസ്ത്രീകളുണ്ട്? ഈ ആയിരക്കണക്കിന് കന്യാസ്ത്രീകളുമുണ്ട്. വഞ്ചി സ്ക്വയറിൽ സമരമിരുന്ന 6 കന്യാസ്ത്രീകളുമുണ്ട്. അവർക്ക് പിന്തുണ നൽകി എന്നുള്ളതാണ് സിസ്റ്റർ ലൂസിക്കെതിരായ ഏറ്റവും വലിയ ആരോപണം, ഏറ്റവും വലിയ കുറ്റം അത് തന്നെയാണ്.